എടോ മൊയ്തു, തന്റെ കൂട്ടുകാരാണെന്ന് പറയാൻ സത്യത്തിൽ ഞങ്ങൾക്ക് വലിയ ലജ്ജയുണ്ട്. ഒരു കത്തെഴുതി കയ്യിൽ വെച്ചിട്ട് ദിവസങ്ങൾ എത്രയായി? അത് കൊടുക്കണ്ടേ? അതിനുള്ള ധൈര്യം കാണിക്കണ്ടേ? ഇന്നെങ്കിലും താൻ അത് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിന് പോകും കേട്ടോ. എടാ, ഈ പ്രേമം സ്നേഹം എന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കണമെങ്കിലേ ചങ്കൂറ്റം വേണം. നീ എന്നെ കണ്ടുപിടിക്കടാ. മല്ലികയെ കണ്ടെന്ന് തന്നെ ഞാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നിനക്ക് അറിഞ്ഞൂടെ? സുഗതം പറയുന്നത് ശരിയാണ്. പക്ഷേ നിന്റെ മല്ലികയെ പോലെയല്ല എന്റെ മണ്ടോദരി. അവള് മറ്റൊരു മതത്തിൽപ്പെടുന്നൊരു പെൺകുട്ടിയല്ലേ. അണ്ണാ കേട്ട, ഈയിടെ പ്രേമത്തിന് ജാതി മതമൊന്നും ഇല്ല. എന്തിനും തരണം ചെയ്തു പോയി കെട്ടണം. സുഗതം പറഞ്ഞത് നീ കേട്ടില്ലേ? നല്ല ചങ്കൂറ്റം വേണം. അല്ലാത്ത ആളുകൾക്ക് പറഞ്ഞതല്ല പ്രേമം. പക്ഷെ കാര്യം അതല്ല. ഈ മണ്ടുവിന്റെ അച്ഛൻ ഭയങ്കര കർക്കശക്കാരനാണ്. എടാ, നീ മണ്ടുവിനല്ലേ പ്രേമിക്കുന്നത്, അവളുടെ അച്ഛനല്ലല്ലോ. അതും ശരിയാണ്. മൊയ്തു, ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം. ഇന്ന് അവള് വരുന്ന സമയത്ത് ഉറപ്പായിട്ട് നീ കത്ത് കൊടുത്തിരിക്കണം. അതെ, ഇന്ന് ഞാൻ കത്ത് കൊടുത്തിരിക്കും സത്യ. അതിനുള്ള ധൈര്യം ഞാൻ ആർജിച്ചെടുത്തിട്ടുണ്ട്. ഇന്നും താൻ ആ കത്ത് കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ കൂട്ടുകാരായിട്ട് ഇനി നോക്കണ്ട. സത്യ, അങ്ങനെ പറയരുത്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്നെ ഇട്ടേച്ച് പോകരുത്. എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അവളെ എനിക്ക് സ്വന്തമാക്കണം. അതിന് നിങ്ങൾ എന്റെ കൂടെ നിൽക്കണ്ടേ? അത് നീ ഇവിടെ നിന്ന് സ്വന്തമാക്കണമെന്ന് പറഞ്ഞാൽ അവളെങ്ങനെ അറിയും? നീ അവളോട് വിവരം പറയടാ. ഇന്ന് ഞാൻ പറയും. അവളുടെ അച്ഛൻ എങ്ങനെ എതിർത്താലും എനിക്ക് അവളെ കെട്ടണം. ഇവൻ എന്തൊരു മണ്ടനാണ്. മൊയ്തു, ഇന്ന് നീ ആ കത്ത് കൊടുത്തിരിക്കണം. സത്യൻ, ഇന്ന് ഞാൻ ഈ കത്ത് കൊടുത്തിരിക്കും. അയ്യോ ബാപ്പ. വാപ്പയോ? അസ്സലാമു അലൈക്കും ബാപ്പ. വലൈക്കും സലാം. ഇജ് എന്തോ ജോലി അന്വേഷിച്ച് പോവാന്നല്ലേ പറഞ്ഞേ? അതെ ബാപ്പ. പിന്നെന്താ ഇവിടെ കിടന്ന് കെട്ടിത്തിരിയാണ്? ബാപ്പ, അവര് പറഞ്ഞു കുറച്ച് നേരം വൈകിട്ട് ചെന്നാൽ മതിയെന്ന്. അപ്പൊ ഞാൻ കൂട്ടുകാരെ കണ്ടപ്പോ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. കൂട്ടുകാരനൊക്കെ അറിയണ തന്നെയാണ്. എന്താ പെങ്ങൾക്കൊക്കെ പണി? അത് പിന്നെ ഞങ്ങൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പാപ്പ. ഇജോ ഒന്നും ആയില്ല. വെറുതെ ഇരുന്നാലും ഒന്നും ആവൂല. ഇല്ല. പിന്നെ സിനിമയിലെ പേഴ്സണിലെ ഷർട്ടും പാന്റും ഇട്ട് നടന്നാല് ജോലി തരാവൂല. അതിന് നമ്മൾ അന്വേഷിച്ച് അങ്ങോട്ട് പോണം. അല്ലാണ്ട് നിങ്ങൾ അന്വേഷിച്ച് ജോലി ഇങ്ങോട്ട് വരൂല. ഇല്ല. എന്താ ദാമോദര? ഇതെന്താ കയ്യില്? ഇത് അത് പിന്നെ ഇവനെ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് കൊടുക്കാനുള്ള അപേക്ഷയാണ് പാപ്പ. എന്നാ വേഗം കൊണ്ടുപോയി കൊടുക്ക്. പിന്നെ ദാമോദര, ഇവർക്ക് പാന്റും ഷർട്ടും ഇട്ട് ഇരുന്ന് നിരങ്ങാളതല്ല അന്റെ ബെഞ്ച്. മുടി വെട്ടാൻ പറഞ്ഞൊരുക്കുള്ളതാണ്. ഒരൊറ്റ ഒഴുന്നത്തിനെ പടി ഇരുത്തരുത്. ഒഴിവ് കിട്ടുമ്പോ എല്ലാവരും മുടി ഒന്ന് വെട്ടിച്ച് വിട്ടാളി. സത്യനും പ്രേമനസീറാന്ന വിചാരേ. നേരത്തെ വീട്ടിൽ കങ്ങടെത്തണോ? വരെ പാപ്പ. ഞാൻ ശരിക്കും പേടിച്ചു പോയി ബാപ്പ കത്ത് കാണുമോന്ന്. പ്രേമലേഖനം അപേക്ഷയാക്കി മാറ്റി. നീ അവള് വരുന്നുണ്ടോ നോക്കണ? നോക്കാം. നോമ്പും തന്നെ കാത്തിരിക്കും വാഴക്കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്. കണ്ടു എന്റെ മണ്ടു. അവൾ വരുന്നുണ്ട്. വരുന്നുണ്ടെങ്കിൽ കൊടു. എടാ, നീ എന്തിനാ പേടിക്കുന്നത്? വരുന്ന യക്ഷൊന്നും അല്ലല്ലോ, നിന്റെ കാമുകയല്ലേ. കൊണ്ടുപോയി കൊടുറാ. കൊടുക്കാം. അവള് വന്നോട്ടെ. ഇതൊന്നും ചീറ്റിയത് തന്നെ. എവിടെ? അതൊന്നും നടക്കില്ല സത്യ. ഒന്നിനും കൊള്ളാത്തൊരു പോങ്ങൻ.
മണ്ടു മണ്ടു 2 മാസമെടുത്ത് ഞാൻ എഴുതിയുണ്ടാക്കിയ എൻ്റെ ഹൃദയമാണിത്. ഇത് സ്വീകരിക്കണം. ഉചിതമായ മറുപടി പ്രതീക്ഷിക്കണം. എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. ഒന്നും പറയാൻ പറ്റില്ല. തോന്നിയോ? നീ അവന് കൊടുക്കണ്ട. വേണ്ട, ഇനി അല്ല നമ്മൾ ചുമക്കേണ്ടി വരും. ഗേൾസ് സെറ്റ് ആവണമെങ്കിൽ ഈ സൗന്ദര്യവും കണ്ണാടിയും ഒന്നും വേണ്ട. പിന്നെന്താ വേണ്ടത്? ക്ഷമ. ക്ഷമ. അത് ശരിയാ. താന്ന് നിക്കണം, എന്നാലേ നടക്കും. സമ്മതമായി ചേർന്ന് നിന്നാലും മത്തരാം രാക്ഷസി. എന്തോ സംഭവം? എന്തോ പാട്ടൊക്കെ വരുന്നുണ്ടല്ലോ. എന്തോ സംഭവത്തിൽ ചുറ്റിക്കളിയിൽ വീണിട്ടുണ്ടല്ലോ. പേരളി എന്താ സംഭവം? പണ്ടു എടാ, ഞാൻ 2-3 ദിവസമായിട്ട് ഒരു ചിക്കനെ കൊത്തിച്ചോണ്ടിരുന്നില്ലേ, അവള് വീണളിയാ. കാരണം ബ്രോ, ഇന്ന് വരെ അവള് എന്നെ നേരിട്ട് കണ്ടല്ല. പക്ഷെ ഞാൻ കൊത്തിച്ച് വീണത്. ഇപ്പൊ അവള് ഫോട്ടോ ഒക്കെ ഞാൻ പറഞ്ഞ അളക്കണ്ട, വാക്കുകൾ ഇങ്ങനെ ഒഴുകി ചെന്നാ മതി. അതെ, ആവശ്യമുള്ളൂ. മൈ ഡാഡ് Daddy. Hi buddies. chilling. Hi buddies. Hope you all are enjoying, yeah? ഇവനെന്താ? എല്ലാം ഓക്കെ അല്ലടാ? ഓക്കെ. എന്തെങ്കിലും ആവശ്യമുണ്ടോ? No. എന്തുണ്ടെങ്കിലും പറയണം കേട്ടാ. എനിക്ക് എന്റെ മക്കള് പുറത്ത് പോയി വഴിതെറ്റാൻ പാടില്ല. അവര് ഇവിടെ ഇരുന്ന് അവര് എന്ത് വേണോ വെച്ചാൽ ഞാൻ അതിന്റെ ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. നിന്റെ ഭാഗ്യമാണ് എങ്ങനെ ഡാഡിയെ കിട്ടിയത്. ഓക്കെ, സൂപ്പർ. ഒരു വേണ്ട ഡാഡി മൂത്ത മലേഷ്യയിൽ ഇരുന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു ഫുള്ള് തീർക്കണ ആളാണ്. മലേഷ്യൻ മന്മഥൻ. അതുകൊണ്ട് നീ വേണ്ട പ്ലീസ് ഡാഡി, ഒരു ചെറിയൊരു ഒരു സ്മോൾ ഓക്കെ. നോ അതിനുള്ള ടൈമില്ല ഡാഡിക്ക്. ഒന്നുകൊണ്ട് ഫോൺ കോൾസ് ഉണ്ട്, കുറച്ച് ആവശ്യങ്ങളുണ്ട്. ചക്കു മ്യൂസിക്. നീ എങ്ങോട്ട് പോകും? അങ്ങോട്ട്. എടാ, നീ നേരെ ചെല്ലുക. എന്നിട്ട് മണ്ടുവിന്റെ റൂമിന്റെ ജനലിന്റെ അവിടെ ചെന്ന് നിൽക്കുക. സിഗിലിന് ഓർമ്മയുണ്ടല്ലോ. അറിയാം. എന്താണ്? മണ്ടോത്തിരി ജനൽ തുറക്കും. ഇവനിത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വന്ന് ഇടിക്കും. ചൂളം വിളിക്കണം. മണ്ടോദരി ജനൽ തുറക്കൂ. മതി, ധൈര്യമായിട്ട് പോട്ടുവാ. പിന്നെ എന്നും ഇവളെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. ഇത് അവസാനത്തെ ദിവസം, ഇനി ഞങ്ങൾ വരില്ല. നാളെ മുതൽ ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം. നീ വരും. അതെ, നിങ്ങൾ ഇവിടെ തന്നെ കാണാം. ഞങ്ങൾ ഉണ്ടാവും. ശരി. ആ,
വേദനിച്ചോ? ഇല്ല, മണ്ടുന്റെ കൈകൊണ്ടല്ലേ, സാരമില്ല. ഇപ്പഴാ പറഞ്ഞേ? അതെ, സുഗതനും സത്യനും എന്നെ പറ്റിച്ചു. അവര് സെക്കൻഡ് ഷോക്ക് സിനിമയ്ക്ക് പോയി. ഒറ്റയ്ക്ക് അവരെ എനിക്ക് പേടി. എന്താ ഉണ്ണിയപ്പം രാത്രി 12 മണിക്കോ? നേരം എടുത്തിട്ട് തിന്നാ മതി. എനിക്കിഷ്ടമുള്ള സാധനമല്ലേ. പിന്നെ നാളെ അമ്പലത്തിൽ വരില്ലേ? ഞാനേ ആ ആൽബർട്ടിന്റെ അപ്പുറത്ത് നിന്ന് നോക്കി നിൽക്കാട്ടോ. എന്നെ കാണണ്ടാവില്ല. മുല്ലപ്പൂ വെക്കുവോ? ഇപ്പൊ അവിടുന്ന് മുല്ലപ്പൂ? മുല്ലപ്പൂ ഞാൻ രാവിലെ വാങ്ങിക്കാം. എന്നിട്ട് ഞാൻ അമ്പലത്തിന്റെ കിഴക്കേ നടയുള്ള ആ മതിലില്ലേ, ആ മതിലിന്റെ മേലെ വെക്കാം. ചൂടനാട്ടോ. എനിക്ക് പോകാൻ തോന്നുന്നില്ല. ഉറങ്ങിയിരുന്നോ? പിന്നില്ലേ, ഇപ്പൊ 12 മണിയെങ്കിലും ആയിട്ടില്ലേ? അവരപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. മണ്ടു, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഒന്നുമില്ല. നീ എന്താ ഞാൻ ഉറങ്ങാണ്ടിരിക്കുന്നേ? നീ അമ്പലി പോകാൻ കാണാ? അമ്പിളി അല്ല, ഓർക്കം കിട്ടണില്ല. എന്തേ? ചൂട് ചൂട്. എനക്ക് ചൂടില്ലല്ലോ. അത് അച്ഛൻ വിഷറിയുണ്ട് വീഷണോണ്ടാ. ഓഹോ, അത് ശരിയാണ്. ആ, ഇങ്ങനെ ജെല്ലും തുറന്നിട്ട് ഇരിക്കണ്ട, കള്ളന്മാരെ കാലാൻ കേട്ടോ. കിടക്ക് വേഗം പോയിട്ട് കേട്ടാ. അച്ഛൻ കിടന്നോളൂ. ആ, ഞാൻ കിടക്കാം. അച്ഛൻ തുപ്പിന്റെ മേലായോ? സാരില്ല, മണ്ടുന്റെ അച്ഛനല്ലേ. ഇനി വേഗം പോയിക്കോ, അച്ഛൻ ഇനി വരൂ. പോട്ടെ. ആ, നട കാണേ. Hey girl, open the walls, play with your dolls. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അത് ഞാൻ പിന്നെ അല്ല അങ്ങനല്ല, പിന്നെ ഈ തിരക്കൊക്കെ ആയതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഞാൻ അല്ല അങ്ങനല്ല ഞാൻ ശരിയാണ്. എന്നാലും അല്ല കുഴപ്പമില്ല, ഞാൻ നിന്നോ. അതല്ല, എന്റെ വലിയ ബഹുമാനമാണ് പ്രായത്തിന് മൂത്തത്. ഇങ്ങനെ നോക്കിയാണ് അല്ല എനിക്കുള്ള അങ്ങനെയല്ല, ഞാൻ സ്നേഹമുള്ളവർക്ക് അങ്ങോട്ട് കൊടുക്കാം, ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാറുണ്ട്. അത് ഞാൻ അങ്ങനെയാണ്. അങ്ങനെ വേഗം പറഞ്ഞതൊക്കെ ഉണ്ടാകാം. അല്ല അത് ശരിയാവില്ല.
ഇതിപ്പോ മുട്ട കച്ചവടത്തിന് നഷ്ടം വന്ന മാതിരിങ്ങനെ ദണ്ണിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. വന്ന് ഇനി സൂക്ഷിക്ക. എന്താ അങ്ങനെയൊക്കെ അഭിപ്രായം? അതെ അല്ലേ? അതെ അതെ. ഇജ്ജ് പ്രണയിച്ച് നടന്നുകൊണ്ടൊന്നും എനക്കൊരു പരാതിയില്ല. പക്ഷേ അവനവന്റെ ജീവിതം നോക്കണ്ടായിരുന്നു. ഇജ്ജ് അത് ചെയ്തില്ല, അതിലാണ് എനിക്ക് വിഷമം. മൊയ്തോ വന്നത് ഓളുടെ പാറ്റാച്ച പോട്ടെ. ഈ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കാൻ നോക്ക്. അതാണ് ശരി. അല്ലാണ്ട് ഈ കണ്ണി കണ്ട ആൾക്കാരെ മാതിരി കുറെ താടിയും വളർത്തി മുടിയും വെട്ടാതെ ഇങ്ങനെ നടന്ന് ലഹരി കടമപ്പെട്ട് നടക്കണതിലൊന്നും ഒരർത്ഥമില്ല. ഇജങ്ങനെ നടന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, നടക്കരുത്. ബാപ്പ മണ്ടു നല്ലവളായിരുന്നു ബാപ്പ. അവളെ സ്നേഹിക്കാനുള്ള അർഹതയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ഞാൻ അവളെ സ്നേഹിച്ചതാണ് ബാപ്പ. അവളെ എവിടെയാണെങ്കിലും സുഖമായിട്ട് ജീവിക്കട്ടെ, എനിക്ക് അത്രയേ ഉള്ളൂ ബാപ്പ. ഓ, അപ്പൊ അനക്ക് എന്റെ തെറ്റ് മനസ്സിലായി എന്ന് ചുരുക്കം. ഓളോട് എനിക്ക് വെറുപ്പില്ല. അതന്നെയാണ് വേണ്ടത്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇജിപ്പോ പ്രണയിച്ചു, പക്ഷെ ഓൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയപ്പോ ഓൾ അവിടെ പോകുന്നതിൽ എനിക്ക് പരാതി ഉണ്ടോ? ഇല്ല ബാപ്പ. ഇല്ല. അവള് ജീവിക്കട്ടെ. അവള് ജീവിക്കട്ടെ, പക്ഷെ ഇജും ജീവിക്കണം. അന്റെ ജീവിതം നശിപ്പിച്ചിട്ടല്ല ഓള് ജീവിക്കണ്ടേ. ഓള് നല്ല വഴി തെരഞ്ഞെടുത്ത് ഓള് പഠിച്ച് പഠിപ്പുള്ളവനെ കെട്ടാൻ നോക്കണം. ഇജ് പഠിച്ചൂല, അനക്ക് തൊഴിലുമില്ല. പിന്നെ അന്റെ കൂടെ ഓള് വന്നാലും ഓളുടെ സ്ഥിതി എന്താവും? അപ്പൊ ഓള് നല്ല പോലെ ജീവിക്കണം എന്ന് അനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അനക്ക് മറ്റൊരുത്തനെ കണ്ടെത്തിയിട്ട് ഇച്ച് കല്യാണം കഴിക്ക്. ആദ്യമേ ഞങ്ങൾ പറഞ്ഞു അത് വേണ്ട വേണ്ടെന്ന്. പക്ഷെ അന്ന് കേട്ടില്ല. കേൾക്കില്ലല്ലോ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ബാപ്പ എനിക്ക്. ഞാൻ അവനോട് പറയുന്നുണ്ട്, വിഷമിക്കണ്ട. എന്റെ കാര്യം തന്നെ എടുത്താൽ മതിയല്ലോ. എന്താണ് എന്റെ കാര്യം? എനിക്കും മല്ലിക എന്ന് പറഞ്ഞൊരു കൊച്ചുമായി ഇഷ്ടത്തിലായിരുന്നു. ഓ, ഞാൻ അവൾക്ക് കൺവെൻഷൻ വാങ്ങിക്കൊടുത്തു, കരിവള വാങ്ങിക്കൊടുത്തു, കല്ലുമാല വാങ്ങിക്കൊടുത്തു. ഇജെന്താ വളക്കത്തോടക്കാരനോ ഇതൊക്കെ വാങ്ങിക്കൊടുക്കാൻ? അതല്ല പാപ്പ, അത്രയും ഇഷ്ടമായിരുന്നു എനിക്ക്. പക്ഷേ ഒരു ഗൾഫുകാരന്റെ ആലോചന വന്നപ്പോ എന്നെ ഇട്ടേച്ച് അത്തറിന്റെ പണം തേടി അവള് പോയി. നന്നായി, ഓളും രക്ഷപ്പെടട്ടെ. എന്നിട്ട് ഞാൻ ജീവിക്കുന്നില്ലേ? പോട്ടടാ, വിട്ടുകളാ. മാത്രല്ല പാപ്പാ, ആ മല്ലികയുടെ കല്യാണത്തിന് ഞങ്ങൾ 3 പേരും പോയി. 3 കൂട്ടം പായസായിരുന്നു. ഈ മനസ്സഞ്ഞാണ് അനക്കും വേണ്ടായി. സ്നേഹിച്ചോള് കൈവിട്ടാൽ എന്താണ്? നല്ല പായസം കുടിച്ച് കഥ തീർക്കുക. അതന്നെയാണ് എന്റെ ശരി. ഓളുടെ വഴി നോക്കി ഇജ് അതേമാതിരി നല്ലൊരു വഴി കണ്ടെത്തണം. Walking in the moonlight, I'm thinking of you. Listening to the raindrops, I'm thinking of you. Hey, Saloma. Hey, hey, Saloma. Oh, Saloma. Da. എന്താ നീ ഇങ്ങനെ ഡൗൺ ആയിട്ട് മ്യൂസിക് പ്ലേ ചെയ്യടാ, എന്തെങ്കിലും എന്റർടൈൻമെന്റ്സ് പറഞ്ഞാ. സോറി ഡാഡി, പ്യാരി ഫുള്ള് ഡൗൺ ആണ്. പ്യാരി, ലീവ് ഇറ്റ് മാൻ. എന്റെ ക്യാഷ് കുറെ തിന്ന് ഡാഡി അവള് എന്നെ ചീറ്റ് ചെയ്തവള്. എടാ അത് ലീവ് ഇറ്റ് മാൻ. നമ്മളെ ബഗേഴ്സിന് എന്തോരം പൈസ കൊടുക്കുന്നുണ്ട്, അത്രയായിട്ട് കളയത്. ഡാഡി, എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വന്നിട്ടില്ല. അവക്ക് അമേരിക്കയിൽ എഞ്ചിനീയർ ആയ ഒരു ചെക്കൻ വന്ന് കല്യാണം സെറ്റായപ്പോ അവന്റെ കൂടെ അമേരിക്കയിലേക്ക് പറക്കാനുള്ള പരിപാടിയാണ്. ഓ, അങ്ങനെ സിൻസിയർ ആയിരുന്നു. സിൻസിയർ ബിക്കോസ് ഹീസ് മൈ സൺ. അവൻ സിൻസിയർ ആണ്. See, I was also sincere with my wife. എന്റെ മമ്മ. ബട്ട് അവൾ എന്നെ ചീറ്റ് ചെയ്തിട്ട് പോയി. പക്ഷെ അന്ന് എനിക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല. I didn't do anything. I can't take a revenge at her. പക്ഷെ അത് ഇപ്പൊ എനിക്ക് കുറ്റബോധമുണ്ട്. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, നിനക്ക് അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ, ഹർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ മസ്റ്റായിട്ട് റിവെഞ്ച് ചെയ്യണം. നിനക്ക് ഫീൽ ചെയ്തെങ്കിൽ, നിന്റെ ചങ്ക് തട്ടിയിട്ടുണ്ടെങ്കിൽ
ആസ് എ ഡാഡിയുടെ സ്ഥാനത്ത് നിന്ന് പറയണം യു ഷുഡ് ടേക്ക് റിവെഞ്ച്. അവൾക്ക് പണി കൊടുക്കണം മോനെ. എടവാ നിങ്ങളൊക്കെ ഉണ്ടല്ലോടാ ഫ്രണ്ട്സ്. അവന് പറഞ്ഞു കൊടുക്കാം, അവനെ ഉപദേശിക്ക്. അതെ, എന്തിനുണ്ട് നമ്മൾ? അതെ ഞാൻ പണി അവക്ക് ഇതിലുണ്ട്, അവക്ക് കൊടുക്കാനുള്ള പണി. അത് മതി. അതിന്റെ പിന്നിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഡാഡി ഈസ് വിത്ത് യു. ഡാഡി ഏറ്റു. ഇനി അഥവാ നിനക്കൊന്ന് പട്ടിളി പറ ഡാഡി മതി. ഞാൻ പണിയും ഡാഡി അവക്ക്, ഞാൻ പണിയും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഗൈസ്. എനിക്ക് കോട്ട കഴിഞ്ഞു. തിരിച്ച് ഒന്ന് രണ്ട് കാര്യമുണ്ട്. ഇത് ഞങ്ങളായിട്ട് ഡാഡി. Come on, baby. എന്താ don't worry, this is Leela. Hey, പെണ്ണിന് വേണ്ടി walking in the moonlight, I'm thinking of you. പണ്ടു അവരുടെ പണി ഞാൻ കൊടുക്കോടാ. ഇതിന്റെ അകത്ത് ഉണ്ട് വീഡിയോ, അവക്ക് പണിയാനുള്ള വീഡിയോ. ശരി ഇപ്പൊ തൽക്കാലം ഞാൻ നിങ്ങളുടെ ഫോണിലോട്ട് തരാം. പറക്കട്ടെ. ഫോളോവേഴ്സിനെ കണ്ടാ നീ അവള് അമേരിക്ക പോണ എനിക്കൊന്ന് കാണണമല്ല. വേറെ പണി ഞാൻ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്. എടാ നമ്മളടുത്ത് സ്വാധീനമുണ്ട്, പണമുണ്ട്, വക്കീലും ഉണ്ട്. എന്ത് നൂലാമാല വന്നാലും ഡാഡി എന്നെ ഊരിത്തരും. അത് മതി. പണിതിരിക്കും സെറ്റ്. അതാണ്.